ചേക്കുട്ടി, ഈ വിഷയത്തിൽ തൊട്ടു മുമ്പ് ലീഗ് അടിയന്തര യോഗം ചേരുന്നു. അതിനുശേഷം രാഷ്ട്രീയകാര്യ സമിതിയാണ് ചേർന്നത്. അതിനുശേഷം സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും എത്തി മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. എന്തായാലും ഇതിലൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് BJP ഇതിൽ കൃത്യമായ ഒരു ശ്രമം നടത്തുന്നു എന്ന് അത് മറ്റു പാർട്ടികളും നേരത്തെ വിമർശിച്ചതാണ്. ഇപ്പോൾ ലീഗ് അത് ഒന്നുകൂടി അടിവരയിട്ട് ഇവിടെ പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും കോൺഗ്രസ് അതിന്റെ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. അവർ സ്വതന്ത്രമായി തീരുമാനമെടുക്കട്ടെ എന്നാണ് ഇപ്പോൾ ലീഗ് നേതാക്കൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സമസ്തയുടെ വിമർശനം സുപ്രഭാതത്തിലുണ്ടായിരുന്നു. അതുകൂടി പരിഗണിച്ച് എങ്ങനെ വേണം നമുക്ക് ഈ വിഷയത്തെ കാണാൻ? അല്ല, ഒന്നാമത്തെ കാര്യം, കോൺഗ്രസ് ഒരു ദേശീയ കക്ഷിയാണ്. ദേശീയ രാഷ്ട്രീയത്തില് നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള ഒരു വികാരം, ജനവികാരം കൂടി കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ കോൺഗ്രസിന് ദേശീയ തലത്തിൽ നിലപാടുകൾ എടുക്കാൻ കഴിയുള്ളൂ. കേരളത്തിൽ തീർച്ചയായും കേരളത്തില് വ്യത്യസ്തമായിട്ടുള്ള സമീപനം ഉണ്ടാവും രാഷ്ട്രീയ കക്ഷികൾക്ക്. അതിന്റെ ഒരു പ്രകടനമാണ് പിന്നെ ഈ സമസ്തയിലെ ഒരു വിഭാഗം വളരെ ശക്തമായിട്ട് എടുത്തിരിക്കുന്ന നിലപാട്. അവരുടെ മുഖപത്രത്തിൽ വന്നിരിക്കുന്ന എഡിറ്റോറിയലും അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിലുള്ള ഒരു നിലപാട് മാത്രം കണക്കിലെടുത്തുകൊണ്ട് ദേശീയ തലത്തിൽ കോൺഗ്രസിന് പ്രവർത്തിക്കാൻ കഴിയില്ല. അത് കോൺഗ്രസുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് അറിയാം. പൊളിറ്റിക്സില് ഒരു ഗിവ് ആൻഡ് ടേക്കിന്റെ അന്തരീക്ഷത്തിൽ മാത്രമേ നമുക്ക് പോകാൻ കഴിയൂ. നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇല്ലാതാവും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ കാര്യത്തിൽ അവരെന്ത് നിലപാടെടുക്കണം എന്നുള്ളത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് ലീഗ് പറയുന്നത് ന്യായമാണ്. ലീഗിന് അങ്ങനെ ഒരു ക്ഷണക്കത്ത് കിട്ടിയാൽ അവർ പോകാനിടയില്ല. കാരണം ലീഗിനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടൊരു നിലപാടെടുക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അപ്പം അതേസമയത്ത് കോൺഗ്രസിന് അങ്ങനെ ഒരു നിലപാട് ഒറ്റയടിക്ക് പറയാൻ കഴിയില്ല. ആ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ദേശീയ തലത്തിലുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയും പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷി എന്നുള്ള വ്യത്യാസമാണ്. ലീഗ് അക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസിനെ അനാവശ്യമായിട്ട് പ്രതിസന്ധിയിലാക്കാൻ അവരാഗ്രഹിക്കുന്നില്ല. പക്ഷെ മുസ്ലിം സമുദായത്തിലെ പിന്നെ ഈ സമസ്തയിലെ ഒരു ഗ്രൂപ്പ് അങ്ങനെ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ഗുണം ചെയ്യാനിടയില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതായത് സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം സമസ്തയുടെ ആ മുഖപത്രത്തിലുള്ള അല്ലെങ്കിൽ സുപ്രഭാതത്തിൽ നമ്മൾ കണ്ടത് അവരുടെ നിലപാട് നമ്മൾ കണ്ടതാണ്. പക്ഷേ ലീഗ് അതിലേക്കൊന്നും കടക്കുന്നില്ല. മുമ്പിലെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ലീഗ് കോൺഗ്രസിനെ ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നില്ല. സ്വതന്ത്രമായി നിലപാടെടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലീഗ് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു നിലപാടിലേക്ക് ലീഗ് എത്തുന്നു. അതെ, എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ സമസ്തയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് യഥാർത്ഥത്തിൽ ജെഫ്രി തങ്ങള് കോൺഗ്രസ് അനുഭാവം ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് ലീഗിനേക്കാൾ കൂടുതൽ കോൺഗ്രസിനോടാണ് അനുഭവം. പക്ഷേ ഈ സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കള്, ഒരു യുവജന വിഭാഗം നേതാക്കൾ എന്ന് നമുക്ക് പറയാം, അവർക്ക് ലീഗിനോട് കടുത്ത വിരോധമുണ്ട്. പല വിഷയങ്ങളിലും സമീപകാലത്ത് പല വിഷയങ്ങളിലും ലീഗുമായിട്ട് അവർ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ലീഗിനെ പ്രതിസന്ധിയിലാക്കുന്ന നിരവധി സമീപനങ്ങൾ അവർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും അമിതമായിട്ടുള്ള ഒരു എന്താ പറയുക, ഏകപക്ഷീയമായ നിലപാടുകൾ അവരെടുക്കാറുണ്ട്. ഉദാഹരണത്തിന് സാദിഖ് അലി തങ്ങൾ ഏതോ ഒരു കേക്ക് മുറിക്കൽ പരിപാടിയിൽ പങ്കെടുത്തു. അതൊക്കെ ഒരു വലിയ വിഷയമാക്കിക്കൊണ്ടൊരു സാമൂഹിക പ്രശ്നമാക്കി ലീഗിനെ എന്താ പറയുക ബുദ്ധിമുട്ടിക്കുക എന്നൊരു സമീപനം അവർക്കുണ്ട്. അത് ലീഗിനോടുള്ള വിരോധമാണ് അവരെ നയിക്കുന്നത്. പക്ഷെ ലീഗിനോടുള്ള വിരോധത്തിന്റെ പേരിൽ അവര് വളരെ എന്താ പറയാ മറുകണ്ഠം ചാടുന്ന രൂപത്തിലാണ് ഈ വിഷയങ്ങളിലൊക്കെ സമീപനം എടുക്കുന്നത് എനിക്ക് തോന്നുന്നത്. അത് കേക്ക് വിഷയത്തിലായാലും ശരി, ഈ പിന്നെ രാമക്ഷേത്ര വിഷയത്തിലായാലും ശരി, അനാവശ്യമായിട്ടുള്ള ഒരു സംഘർഷം ഉണ്ടാക്കുന്ന സമീപനമാണ് ചിലർ സ്വീകരിക്കുന്നത്. അത് ലീഗിനെ തകർക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടായിരിക്കും. പക്ഷെ ലീഗ് മാത്രമല്ല തകരുക, നമ്മുടെ സമുദായത്തിലെ, നമ്മുടെ സമൂഹത്തിലെ സാമൂഹിക സൗഹാർദ്ദം കൂടി തകരുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവും എന്നുള്ളത് എല്ലാവരും ആലോചിക്കേണ്ടതാണ് ഉള്ള അഭിപ്രായം കൂടിയുണ്ട്. നന്ദി ശ്രീ NP ചേക്കുട്ടി.